കേരളത്തിൻ്റെ തീരദേശ ഗ്രാമങ്ങൾക്ക് പറയാനുള്ളത് തിരമാലകളുടെ താളത്തിനൊത്തുള്ള കഥകളാണ്. ഒപ്പം ആഴക്കടലിൻ്റെ നിഗൂഢതയും ഭക്തിയുടെ പ്രകാശവും നിറഞ്ഞ ക്ഷേത്ര ചരിത്രങ്ങളും. കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി താലൂക്കിൽ അറബിക്കടലിനും TS കനാലിനുമിടയിൽ പ്രകൃതിരമണീയമായ പന്മന വില്ലേജിൽ സ്ഥിതി ചെയ്യുന്ന കാട്ടിൽ മെക്കതിൽ ശ്രീദേവി ക്ഷേത്രം ദക്ഷിണ കേരളത്തിലെ ഭക്തർക്ക് ശക്തിയുടെയും ഐശ്വര്യത്തിൻ്റെയും പ്രതീകമായ ഒരു മഹാചൈതന്യ കേന്ദ്രമാണ്. അഭയം തേടിയെത്തുന്നവർക്ക് മനഃശാന്തിയും ആശ്വാസവും നൽകുന്ന ഒരു അമ്മയുടെ സന്നിധിയാണ്. ഈ പുണ്യഭൂമിയിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ ആത്മീയമായ ഒരു അനുഭൂതിയാണ് ഓരോ ഭക്തനെയും കാത്തിരിക്കുന്നത്. ക്ഷേത്രത്തിന് മറ്റൊരു പേരുകൂടിയുണ്ട്, മണികെട്ടമ്പലം. കൊല്ലം ജില്ലാ ആസ്ഥാനത്ത് നിന്ന് 18 കിലോമീറ്റർ വടക്ക് പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിലേക്ക് എത്താനുള്ള യാത്ര പോലും ഒരു തീർത്ഥാടനത്തിന് തുല്യമാണ്. കായലിനും കടലിനും മധ്യയുള്ള ഈ അപൂർവ സ്ഥലത്തേക്ക് ക്ഷേത്ര ഭരണസമിതി ഒരുക്കിയ പ്രത്യേക ജങ്കാറിലൂടെ യാത്ര ചെയ്യുമ്പോൾ തന്നെ ഭൗതിക ലോകത്തിൽ നിന്ന് ആത്മീയ ലോകത്തിലേക്കുള്ള ഒരു കടന്നുപോക്ക് ഭക്തർക്ക് അനുഭവിക്കാൻ കഴിയും. വിശാലമായ മണൽപ്പരപ്പിന് നടുവിൽ നിൽക്കുന്ന ക്ഷേത്രം പ്രകൃതിയുടെ സംരക്ഷണത്തിൻ്റെ ഉദാത്തമായ കാഴ്ചയാണ് ഒരുക്കുന്നത്. 2004 സുനാമി ദുരന്തത്തിൽ പരിസര പ്രദേശമാകെ കടൽക്ഷോഭത്തിന് ഇരയായപ്പോഴും ക്ഷേത്രത്തിന് കേടുപാടുകൾ സംഭവിക്കാതെ നിന്നത് കാട്ടിലമ്മയുടെ ദിവ്യശക്തിയുടെ തെളിവായി ഭക്തർ വിശ്വസിക്കുന്നു. ദാരിക നിഗ്രഹം കഴിഞ്ഞു വരുന്ന ഉഗ്രമൂർത്തി ഭാവത്തിലുള്ള ഭദ്രാദേവിയാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. എന്നാൽ ഈ ഭാവം സർവൈശ്വര്യപ്രദായിനിയും അഭയം പ്രാപിക്കുന്നവരിൽ അനുഗ്രഹവർഷം ചൊരിയുന്ന ഐശ്വര്യദേവതയുമായി പരിണമിച്ചതിലൂടെയാണ് ക്ഷേത്രത്തിന് ഈ നിലവിലെ പ്രശസ്തി കൈവന്നത്. ചരിത്രവും ഐതിഹ്യവും ഇഴചേർന്ന് നിൽക്കുന്ന ഈ മഹാക്ഷേത്രം അതിൻ്റെ നിർമ്മാണ രീതി, ഉപദേവതാ സങ്കല്പങ്ങൾ, കൈമാറ്റ ചരിത്രം, മാർത്താണ്ഡവർമ്മ മഹാരാജാവുമായുള്ള ബന്ധം എന്നിവയാൽ ഏവർക്കും കൗതുകമുണർത്തുന്ന ഒരു പുണ്യസങ്കേതമാണ്. പന്മനയുടെ തെക്ക് പടിഞ്ഞാറ് ദിശയിലായി അറബിക്കടലിൻ്റെ ശാന്തമായ തീരത്തോട് ചേർന്നാണ് കാട്ടിൽ മെക്കതിൽ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അറബിക്കടലും TS കനാലും ഈ ഗ്രാമത്തെ മനോഹരമായി വേർതിരിക്കുന്നു. വാസ്തുവിദ്യാപരമായും പ്രതിഷ്ഠാസങ്കല്പത്തിലും ഈ ക്ഷേത്രം ശ്രദ്ധേയമാണ്. പ്രധാന ദേവത ദാരിക നിഗ്രഹം കഴിഞ്ഞെത്തുന്ന ഉഗ്രരൂപിണിയായ ഭദ്ര ഭഗവതിയാണ്. ഉഗ്രഭാവത്തിലാണെങ്കിലും ഭഗവതി ഇവിടെ ശക്തി സ്വരൂപിണിയും ഐശ്വര്യദായികയുമായിട്ടാണ് ഭക്തർക്ക് അനുഭവപ്പെടുന്നത്. മുഖ്യ ശ്രീകോവിലിൻ്റെ ചുറ്റമ്പലത്തിന് വടക്ക് വശത്തായി മറ്റൊരു ചുറ്റമ്പലത്തോടു കൂടിയ ശ്രീകോവിലിൽ ആദിപരാശക്തിയുടെ സൗമ്യമുഖമായ ശ്രീ ദുർഗാദേവിയും കുടികൊള്ളുന്നു എന്നത് ഇവിടുത്തെ ആരാധനാസങ്കല്പത്തിൻ്റെ പൂർണ്ണതയെ സൂചിപ്പിക്കുന്നു. ശക്തിയുടെ ഉഗ്രഭാവവും സൗമ്യഭാവവും ഒരുമിച്ച് ആരാധിക്കപ്പെടുന്നു. ഗണപതി ഭഗവാൻ, യക്ഷിയമ്മ, മാടൻ തമ്പുരാൻ, യോഗീശ്വരൻ, മുഹൂർത്തി, ബ്രഹ്മരക്ഷസ് തുടങ്ങിയ ഉപദേവതാ ക്ഷേത്രങ്ങളും ഇവിടെയുണ്ട്. ശ്രീകോവിലുകൾക്ക് വടക്ക് കിഴക്കായി ചുറ്റുമതിലിനുള്ളിൽ നാഗരാജാവും നാഗയക്ഷിയമ്മയും പീഠപ്രതിഷ്ഠയായി വാഴുന്നു. നാഗപ്രതിഷ്ഠയോട് ചേർന്ന കിഴക്കും വടക്കും ദിശകളിൽ പൂമുഖങ്ങൾ ഉള്ളതും 2 തിരുമുടികളോട് കൂടിയതുമായ മുടിപ്പുരയും സ്ഥിതി ചെയ്യുന്നു. ചുറ്റമ്പലത്തിനു മുമ്പിലായി സ്വർണപ്രഭ ചൊരിയുന്ന തങ്കക്കൊടിമരവും അതിനും മുന്നിലായി അതിവിശാലമായ ഗജമണ്ഡപവും ക്ഷേത്രത്തിൻ്റെ പ്രൗഢി വിളിച്ചോതുന്നു. മുഖ്യ ശ്രീകോവിലിൻ്റെ തെക്ക് കിഴക്കായി മണികെട്ടുന്ന പഞ്ചവർഗത്തറയുള്ള ആൽമരവും ശീവേലിപ്പാതയ്ക്ക് വടക്ക് കിഴക്ക് വശം ക്ഷേത്രോൽപത്തിയോളം പഴക്കമുള്ള ത്രിവർഗത്തറയുള്ള പനയും ഇവിടുത്തെ പ്രകൃതി വൃക്ഷ ആരാധനാ പാരമ്പര്യത്തെ ഉറപ്പിക്കുന്നു. കാട്ടിൽ മെക്കതിൽ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രസിദ്ധമായതും ഭക്തി നിർഭരവുമായ ആചാരമാണ് മണികെട്ടൽ. ക്ഷേത്രത്തിന് സമീപമുള്ള പുരാതനമായ ആൽമരമാണ് ഈ ആചാരത്തിൻ്റെ കേന്ദ്രം. മനസ്സിൽ
ന്യായമായ എന്താഗ്രഹിച്ചുകൊണ്ട് മണി കെട്ടുന്നുവോ അത് നടക്കുമെന്നാണ് ഭക്തരുടെ അചഞ്ചലമായ വിശ്വാസം. ക്ഷേത്രത്തിൽ നിന്ന് പ്രത്യേകം പൂജിച്ചു നൽകുന്ന മണി ഏറ്റുവാങ്ങുന്ന ഭക്തർ ദേവീനാമങ്ങൾ ഉരുവിട്ട് ആൽമരത്തിന് ചുറ്റും 7 തവണ പ്രദക്ഷിണം ചെയ്യുന്നു. ഓരോ പ്രദക്ഷിണത്തിലും ഭഗവതിയുടെ അനുഗ്രഹം തങ്ങളിൽ നിറയുന്നതായി ഭക്തർക്ക് അനുഭവപ്പെടുന്നു. 7 തവണ പ്രദക്ഷിണം പൂർത്തിയാക്കിയ ശേഷം ആത്മസമർപ്പണത്തോടെ തങ്ങളുടെ ആഗ്രഹം സഫലമാകണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മണി ആൽമരത്തിൽ കെട്ടുന്നു. ആഗ്രഹം സഫലീകരിക്കുന്നതിനായി ഇങ്ങനെ 3 തവണ വന്ന മണി കെട്ടണമെന്നാണ് പാരമ്പര്യമായി കൈമാറി വരുന്ന വയ്പ്. ആയിരക്കണക്കിന് ഭക്തർ വ്രതശുദ്ധിയോടെ ഇവിടെ എത്തി കാട്ടിലമ്മയുടെ കടാക്ഷത്താൽ തങ്ങളുടെ ജീവിതത്തിലെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുന്നു. ഈ ആചാരം ഭക്തന്റെ നിഷ്കളങ്കമായ പ്രത്യാശയുടെയും ഭഗവതിയിലുള്ള അടിയുറച്ച വിശ്വാസത്തിൻ്റെയും പ്രതീകമായി നിലകൊള്ളുന്നു. കാട്ടിൽ മേക്കതിൽ ശ്രീദേവി ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ഗാഠബന്ധത്തിൻ്റെ മനോഹരമായ ഒരു കഥയാണ്. ഇന്ന് ക്ഷേത്രം നിലനിൽക്കുന്നതിൻ്റെ കിഴക്ക് ഭാഗത്തായി കാട്ടിൽ മേക്കതിൽ എന്നിങ്ങനെ പ്രസിദ്ധമായ 2 തറവാടുകൾ ഉണ്ടായിരുന്നു. 15-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യപാദത്തിൽ ജീവിച്ചിരുന്ന കാട്ടിൽ കുടുംബത്തിലെ കാരണവർ കർഷകനും കഠിനാധ്വാനിയുമായിരുന്നു. അദ്ദേഹം തൻ്റെ കാർഷിക വിളകളും കൊപ്രയും വിൽക്കുന്നതിനായി ആലപ്പുഴ പട്ടണത്തിലേക്ക് ജലമാർഗം പോകുകയും തിരിച്ചു വരുമ്പോൾ കുട്ടനാട്, കൈനകരി, ചമ്പക്കുളം തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് വിത്തും വളവും ശേഖരിച്ചു പോരുകയും പതിവായിരുന്നു. ഒരു ദിവസം ആലപ്പുഴയിൽ നിന്ന് മടങ്ങി വരുന്ന വഴി ചമ്പക്കുളത്ത് വള്ളം അടുപ്പിച്ച് വളം വാങ്ങാൻ പോകുമ്പോൾ 8 വയസ്സ് തോന്നിക്കുന്ന ഐശ്വര്യവതിയായ ഒരു പെൺകുട്ടി കായൽ വരമ്പിൽ നിന്ന് കരയുന്നതായി കാരണവർ കണ്ടു. കുട്ടിയെ ആശ്വസിപ്പിച്ച് അദ്ദേഹം മുന്നോട്ടു പോയെങ്കിലും പ്രത്യേകമായൊരു വാത്സല്യം അനുഭവപ്പെട്ടു. വളം വാങ്ങി തിരികെ വരുമ്പോഴും പെൺകുട്ടി അവിടെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. കാരണവരോടൊപ്പം പന്മനയിലേക്ക് പോരാൻ താല്പര്യം പ്രകടിപ്പിച്ച ആ പെൺകുട്ടിയെ അദ്ദേഹം കാട്ടിൽ കുടുംബത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. ചമ്പക്കുളം മുളക്കയിൽ തറവാട്ടിലെ പെൺകുട്ടിയായിരുന്നു അതെന്ന് പിന്നീട് അറിയാൻ കഴിഞ്ഞു. ഒരു രാത്രി ഉറക്കത്തിലായിരുന്ന കാരണവർക്ക് സ്വപ്ന ദർശനമുണ്ടായി. മുളക്കയിൽ തറവാട്ടിലെ പരദേവതയായ ശ്രീ ഭദ്രകാളി കടൽ മാർഗം പടിഞ്ഞാറു ഭാഗത്ത് എത്തുമെന്നും അവിടെ വര കാണുന്നിടത്ത് പ്രതിഷ്ഠിക്കണമെന്നും ദേവി അരുളി ചെയ്തു. കാരണവർ ഈ വിവരം കാട്ടിൽ മേക്കതിലെ കുടുംബനാഥയായ തൻ്റെ സഹോദരിയെ അറിയിച്ചു. ദിവസങ്ങൾക്ക് ശേഷം കടൽക്കരയിൽ 8 വരകൾ കാണപ്പെടുകയും അവിടങ്ങളിൽ 8 കല്ലുകൾ സ്ഥാപിച്ച് വിളക്ക് കൊളുത്തി ദേവിയെ ആരാധിക്കാൻ ആരംഭിക്കുകയും ചെയ്തു. ഐതിഹ്യം അനുസരിച്ച് മുതലപ്പുറത്ത് കായൽക്കരയിലെത്തിയ ദേവി കിഴക്കുദിക്കിൽ വിളക്ക് കണ്ടിടത്തേക്ക് ആദ്യമെത്തുകയും അതിനെ വലം വെച്ച് കാട്ടിൽ മേക്കതിലേക്ക് എത്തിയെന്നുമാണ് വിശ്വാസം. ദേവി ആദ്യം വിളക്ക് കണ്ട് ചെന്നെത്തിയത് പന്മനയിലെ മറ്റൊരു പ്രശസ്ത തറവാടായ മാലയിൽ ആണെന്നും വിശ്വാസമുണ്ട്. ഈ ഐതിഹ്യം ദേവീ ചൈതന്യം കടൽ കടന്ന് എത്തിയതും കാർഷിക പശ്ചാത്തലമുള്ള ഒരു ഗ്രാമത്തിൽ കുടികൊണ്ടതും തമ്മിലുള്ള ബന്ധം വെളിവാക്കുന്നു. കാട്ടിൽ മേക്കതിൽ ക്ഷേത്രത്തിൻ്റെ ചരിത്രത്തിൽ തിരുവിതാംകൂർ രാജവംശത്തിന് നിർണായകമായ ഒരു പങ്കുണ്ട്. 1781 ഓടനാട് രാജാവിനെ സന്ദർശിച്ച ശേഷം ജലമാർഗം മടങ്ങിയ മാർത്താണ്ഡവർമ്മ മഹാരാജാവിന് ക്ഷേത്രത്തിൻ്റെ കിഴക്ക് ഭാഗത്തെത്തിയപ്പോൾ ഒരു സ്വപ്ന ദർശനമുണ്ടായി. പടിഞ്ഞാറൻ ചക്രവാളത്തിൽ ഒരു ദേവീ ചൈതന്യം മിന്നിമറയുന്നതായി അദ്ദേഹം കണ്ടു. മയക്കത്തിൽ നിന്നുണർന്ന മഹാരാജാവ് ദേവീ ചൈതന്യം കണ്ട ദിക്കിലേക്ക് പുറപ്പെട്ടു. അന്ന് പീഠപ്രതിഷ്ഠയായി മാത്രം നിലനിന്നിരുന്ന ക്ഷേത്രത്തിൽ എത്തിയ അദ്ദേഹം വളരെ നേരം ധ്യാനനിരതനായി. ദേവീ ദർശനം ലഭിച്ച് ധ്യാനത്തിൽ നിന്ന് ഉണർന്ന മഹാരാജാവ് ആ സ്ഥലത്ത് ദേവീ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്നതായി തിരിച്ചറിഞ്ഞു. അവിടെ ഒരു മഹാക്ഷേത്രം ഉദയം ചെയ്യുമെന്നും അതിൻ്റെ കീർത്തി ഭാരതവർഷം മുഴുവനും എത്തുമെന്നും അദ്ദേഹം അരുളി ചെയ്തു. മാർത്താണ്ഡവർമ്മ മഹാരാജാവിൻ്റെ ഈ പ്രവചനത്തിന് ശേഷമാണ് കാട്ടിൽ മേക്കതിൽ കുടുംബത്തിലെ കാരണവർ ഒരു ശ്രീകോവിൽ പണി കഴിപ്പിച്ച ദേവിയെ അതിൽ പ്രതിഷ്ഠിച്ചത്. മഹാരാജാവ് അരുളി ചെയ്തതുപോലെ ഇന്ന് ഈ ക്ഷേത്രത്തിൻ്റെ കീർത്തി
കേരളത്തിൻ്റെ അതിർത്തി കടന്ന ഭാരതം മുഴുവൻ വ്യാപിച്ചിരിക്കുന്നു. ദേവിയിൽ വിശ്വാസമുള്ള ഏതൊരാൾക്കും ദർശനം നടത്താനാകുന്ന ഈ മഹാക്ഷേത്രം രാജകീയ പിന്തുണയുടെയും പ്രവചനങ്ങളുടെയും പാരമ്പര്യം പേർന്നു. കാട്ടിൽ മേക്കതിൽ ക്ഷേത്രത്തിന് സമീപകാല ചരിത്രത്തിൽ ഒരു സുപ്രധാനമായ ഭരണപരമായ മാറ്റം സംഭവിച്ചു. 1989 വരെ ഈ അതിപുരാതന ക്ഷേത്രം കാട്ടിൽ മേക്കതിൽ കുടുംബത്തിൻ്റെ 3 തായ്വഴികളായ പൊന്മന, മരക്കാശ്ശേരിൽ, ഒറ്റത്തെങ്ങിൽ, കാട്ടിൽ മേക്കതിൽ എന്നീ കുടുംബങ്ങളുടെയും നീണ്ടകര, വെളിത്തുരുത്തിലെ പുത്തൻ വീട്ടിൽ കുടുംബാംഗങ്ങളുടെയും കൈവശത്തിലായിരുന്നു. എന്നാൽ 1990 ജനുവരി 11 ഈ കുടുംബങ്ങളിലെ കാരണവന്മാർ ചേർന്ന ഒപ്പിട്ട് നൽകിയ കൈമാറ്റ കരാർ സബ് രജിസ്ട്രാർ ഓഫീസിലെ 14/1990 നമ്പറായി രജിസ്റ്റർ ചെയ്തത് പ്രകാരം ക്ഷേത്രം നാട്ടുകാരും ക്ഷേത്രവിശ്വാസികളുമായ ഹൈന്ദവർക്ക് വിട്ടു നൽകി. ഈ കൈമാറ്റം ക്ഷേത്രത്തെ ഒരു സ്വകാര്യ കുടുംബക്ഷേത്രം എന്ന നിലയിൽ നിന്ന് ഒരു പൊതുജന ക്ഷേത്രമായി ഉയർത്തി. അതിനുശേഷം ഇന്നുവരെ നാട്ടുകാരിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്നവരും മുൻ ഉടമസ്ഥതയിലുണ്ടായിരുന്ന കുടുംബാംഗങ്ങൾ നോമിനേറ്റ് ചെയ്യുന്നവരും ഉൾപ്പെടുന്ന 21 അംഗ ഭരണസമിതിയാണ് ക്ഷേത്ര ഭരണകാര്യങ്ങൾ നിർവഹിക്കുന്നത്. ഈ ഭരണപരമായ മാറ്റം ക്ഷേത്രത്തിൻ്റെ വളർച്ചയിലും ഭക്തജന പങ്കാളിത്തം വർദ്ധിക്കുന്നതിലും നിർണായക പങ്ക് വഹിച്ചു. ക്ഷേത്ര ചരിത്രത്തിലെ ഈ പരിവർത്തനം പാരമ്പര്യവും ജനാധിപത്യപരമായ ഭരണ സംവിധാനവും ഒത്തുചേരുന്നതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ്. എല്ലാ വർഷവും വൃശ്ചിക മാസത്തിൽ നടക്കുന്ന 12 ദിവസം നീണ്ടു നിൽക്കുന്ന വൃശ്ചികോത്സവം കാട്ടിൽ മേക്കതിൽ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിയോഗമാണ്. ഈ ദിവസങ്ങളിൽ ക്ഷേത്രവും പരിസരവും ഭക്തിയുടെയും ആത്മീയതയുടെയും ലോകമായി മാറുന്നു. ഉത്സവത്തിൽ പങ്കെടുത്ത് കാട്ടിലമ്മയുടെ അനുഗ്രഹം നേടാൻ തമിഴ്നാട്ടിലെ വിവിധയിടങ്ങളിൽ നിന്ന് ധാരാളം ഭക്തർ ഇവിടെ എത്തുന്നു. വൃശ്ചികോത്സവത്തിനായി ആയിരക്കണക്കിന് ഭക്തർക്ക് വസിക്കാനായി ക്ഷേത്ര പരിസരത്ത് താൽക്കാലിക കുടിലുകൾ നിർമ്മിക്കപ്പെടുന്നുണ്ട്. ഈ താമസം ഭക്തരെ ലൗകിക ചിന്തകളിൽ നിന്ന് അകറ്റി പൂർണ്ണമായും ഭഗവതിയുടെ സ്മരണയിൽ ലയിക്കാൻ സഹായിക്കുന്നു. ഉത്സവനാളുകളിൽ ദേവിയുടെ ലീലാവിലാസങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് തോറ്റംപാട്ട് നടക്കാറുണ്ട്. വിശേഷാൽ പൂജകളും അന്നദാനവും ഈ ദിവസങ്ങളിലെ പ്രധാന ചടങ്ങുകളാണ്. ഭഗവതിയുടെ ദിവ്യ ചൈതന്യം വഹിക്കുന്ന തങ്കയങ്കി ഘോഷയാത്ര ഭക്തർക്ക് ദർശന പുണ്യമാണ്. വൃശ്ചിക പൊങ്കൽ സമർപ്പിച്ച ഭക്തർ തങ്ങളുടെ സമർപ്പണം പൂർത്തിയാക്കുന്നു. ഉത്സവത്തിന്റെ പരിസമാപ്തി കുറിച്ചുകൊണ്ട് നടക്കുന്ന തിരുമുടി ആറാട്ട് ഭഗവതിയുടെ ചൈതന്യം പരിസരമാകെ വ്യാപിപ്പിക്കുന്നു. കാട്ടിലമ്മയുടെ അനുഗ്രഹ വർഷം ലഭിക്കുന്ന ഈ വൃശ്ചികോത്സവം ഓരോ ഭക്തനും ഒരു പുണ്യജന്മം പോലെയാണ് അനുഭവപ്പെടുന്നത്. കേരളത്തിലെ പല ഭദ്രകാളി ക്ഷേത്രങ്ങൾക്കും തനതായ ആചാരങ്ങളും ഐതിഹ്യങ്ങളും ഉണ്ട്. ദാരിക നിഗ്രഹത്തിന് ശേഷം ഉഗ്രഭാവത്തിൽ എത്തുന്ന ഭദ്രകാളി ദേവിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന കാട്ടിൽ മേക്കതിലെ ഭഗവതിയുടെ ചൈതന്യം ഇവിടെ എത്തുന്ന ഭക്തർക്ക് അനുഭവവേദ്യമാണ്. ഉഗ്രരൂപിണിയാണെങ്കിൽ പോലും ഭഗവതി ഇവിടെ ഐശ്വര്യത്തിൻ്റെയും ശക്തിയുടെയും മാതൃഭാവമാണ് സ്വീകരിച്ചിരിക്കുന്നത്. ശക്തിസ്വരൂപിണിയും സർവൈശ്വര്യ പ്രദായിനിയുമായി ഭഗവതി കുടികൊള്ളുന്നു എന്നത് ഉഗ്രമൂർത്തിയായ ദേവിക്ക് ഭക്തരോടുള്ള വാത്സല്യത്തിൻ്റെ ആഴം വ്യക്തമാക്കുന്നു. കേരളത്തിൻ്റെ സാമൂഹ്യ സാംസ്കാരിക പശ്ചാത്തലത്തിൽ കടലോര ഗ്രാമങ്ങളിലെ ഭഗവതി ക്ഷേത്രങ്ങൾക്ക് നിർണായകമായ സ്ഥാനമുണ്ട്. കടലുമായി ബന്ധപ്പെട്ട തൊഴിലാളികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും ഭഗവതി ഒരു രക്ഷാകർത്താവിനെ പോലെയാണ്. കാട്ടിൽ മേക്കതിലെ ദേവിയും ഇത്തരത്തിൽ കടൽ കടന്നാണ് എത്തിയതെന്ന ഐതിഹ്യം മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള തീരദേശവാസികളുടെ ജീവിതത്തിൽ ഈ ക്ഷേത്രത്തിനുള്ള പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു. ദുരിതങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും രക്ഷ നേടാനും ജീവിതത്തിൽ ഐശ്വര്യവും സമൃദ്ധിയും ഉണ്ടാകാനും ഭക്തർ ഇവിടെ എത്തി ദേവിയെ വണങ്ങുന്നു. കൊല്ലം ജില്ലയിലെ പന്മന ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന കാട്ടിൽ മേക്കതിൽ ശ്രീദേവി ക്ഷേത്രം ദ്രാവിഡ പാരമ്പര്യത്തിൻ്റെയും കേരളീയ വാസ്തുവിദ്യയുടെയും ചരിത്രത്തിൻ്റെ തിളക്കത്തിൻ്റെയും സമ്മേളനമാണ്. ദാരിക നിഗ്രഹം കഴിഞ്ഞെത്തിയ ഉഗ്രമൂർത്തിയായ ഭദ്രാഭഗവതി ഐശ്വര്യദേവതയായി ഇവിടെ കുടികൊള്ളുന്നു. ഐതിഹ്യത്തിൽ കടൽ കടന്നെത്തിയ ദേവിയുടെ കഥ
മാർത്താണ്ഡവർമ്മ മഹാരാജാവിൻ്റെ പ്രവചനം, കുടുംബ ഭരണത്തിൽ നിന്ന് ജനകീയ ഭരണത്തിലേക്കുള്ള മാറ്റം എന്നിവയെല്ലാം ഈ ക്ഷേത്രത്തെ വ്യത്യസ്തമാക്കുന്നു. സർവശക്തി സ്വരൂപിണിയും സർവൈശ്വര്യദായിനിയുമായ കാട്ടിൽ മേക്കതിൽ ശ്രീദേവിയുടെ അനുഗ്രഹത്തിനായി കേരളത്തിൻ്റെ അതിർത്തികൾക്കപ്പുറത്തു നിന്ന് നാനാജാതി മതസ്ഥരായ ഭക്തർ ഇന്നും ഇവിടെ എത്തുന്നു. തീരദേശത്തിൻ്റെ തനിമയും ഭക്തിയുടെ ആഴവും അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ മഹാക്ഷേത്രം ഒരു പുണ്യാനുഭവമായിരിക്കും.